ഈ പെരുന്നാൾ ദിവസം രാത്രിയിൽ ഞാനും ഒന്നും പോകുന്നില്ലായിരുന്നു. ഉണ്ണിക്ക് രാത്രിയിലെ ഒച്ചയും ബഹളമൊക്കെ പേടിയായത് കാരണം ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ പിറ്റേ ദിവസം പോന്നു. പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം മുറ്റത്തോട്ട് വന്നപ്പം കുറച്ച് പിള്ളേർ സെറ്റ് ഒരു കട നടത്തുന്നു. അവിടുന്ന് പിന്നെ കട്ട്ലേറ്റും വാങ്ങി കഴിച്ച് ഉണ്ണിയുടെ കടയിലോട്ട് യാത്രയായി. ഉണ്ണിക്കിവിടെ ചാകരയായിരുന്നു. ഉണ്ണി ഇപ്പം പഴയ പോലൊന്നുമല്ല. കളിപ്പാട്ടങ്ങളെല്ലാം തിരിച്ചറിയാൻ തുടങ്ങി. അവൻ്റെ ഫേവറേറ്റ് അവൻ സെലക്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ മാറ്റി പിടിച്ചാൽ അവന് ഇഷ്ടപ്പെട്ടത് മാത്രമേ വാങ്ങിക്കുള്ളൂ. എന്തോ വലിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതായിരുന്നു അത്. ഏത് എനിക്ക് തോന്നുന്നു ഇതല്ലെന്നോ. വാശി ഉണ്ണി. അതെ അതെ, കുട്ടി വളർന്നു പോയിരിക്കുന്നു. അവസാനം ഉണ്ണി വിജയിച്ചിരിക്കുന്നു. അവൻ വാശി പിടിച്ച് അവൻ്റെ വണ്ടി സെലക്ട് ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ഫെറി. അതെ അതെ അതെ. ഇന്ന് ഞായറാഴ്ച ആയത് കാരണം നല്ല തിരക്കല്ലേ. പള്ളിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതാ വൈക്കത്തോട്ടൊന്ന് പോയാലോന്ന്. ഉണ്ണീനെ കൊണ്ട് ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞായറാഴ്ച ആയത് കാരണം ടിക്കറ്റ് എടുക്കുന്നിടത്ത് നല്ല ക്യൂ ആയിരുന്നു. അതുകൂടാതെ നല്ല വെയിലും ചൂടും എല്ലാം ഉണ്ടായിരുന്നു. ഉണ്ണി മടുത്തു. അത് കാരണം പിന്നെ ഞങ്ങൾ ഇവിടെ പാർക്കിലോട്ടിങ്ങ് പോകുന്നു. വാ, അവ ഇതില് തണുത്തുള്ള കിട്ടിയല്ലോ. നിങ്ങളുടെ കളി കഴിഞ്ഞോ? എടാ, ആർക്കും വേണ്ടാത്ത റൈഡ് അത് കളിക്കാം. അവന് ഇറങ്ങുന്ന സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് കഴിക്കണമെന്നുള്ള ഞങ്ങളുടെ അതിയായ ആഗ്രഹത്തിൽ ഞങ്ങൾ ചെന്നുപെട്ടിരിക്കുന്നത് നമ്മുടെ പുഴയോര ഫുഡ് കോർട്ടിലാണ്. അത് ശരിക്കും ഉള്ളത് നമ്മുടെ തലയോലപ്പറമ്പ് വൈക്കം റൂട്ടാണ്. കഴിപ്പൊക്കെ കഴിഞ്ഞ് ഉണ്ണി പന്തി അവൻ്റെ വണ്ടി എടുത്ത് അവൻ്റെ കളി അങ്ങോട്ട് ആരംഭിച്ചു. ഫാമിലി ഒത്ത് വരാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻ്റായത്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. Hi.
കൈ പിടിച്ചേക്കുവാ അവിടെ, അപ്പുറത്തേത് കൈ പിടിച്ചേക്കുവാ.